അതുകൊണ്ടാണ് ചില ആളുകളുടെ കയ്യിൽ തീരെ പണമില്ലെങ്കിലും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നത്. എന്നാൽ മറുവശത്ത് ചിലർ എല്ലാം ഉണ്ടായിട്ടും തീരെ സമാധാനമില്ല. സന്തോഷം പണത്തിലാണോ, വിജയത്തിലാണോ, അതോ മറ്റെന്തെങ്കിലും ആണോ? ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ആളുകളുടെ ജീവിതം പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അവർക്ക് ചില പ്രത്യേക ശീലം ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജീവിതത്തെ ശരിക്കും സന്തോഷകരമാക്കി മാറ്റാൻ പറ്റുന്ന 7 പവർഫുൾ ഹാബിറ്റ്സ്. ഞാൻ അംബിക അജേഷ്, സർട്ടിഫൈഡ് ഹാപ്പിനെസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത്, എനിക്ക് നല്ല ജോലി കിട്ടിയാൽ ഞാൻ സന്തോഷിക്കും, വീട് പണിതാൽ സന്തോഷിക്കും, വിവാഹം കഴിഞ്ഞാൽ സന്തോഷിക്കും, കുട്ടികൾ വളർന്നാൽ സന്തോഷിക്കും. പക്ഷേ ഓരോ ലക്ഷ്യം നേടിക്കഴിഞ്ഞതിന് ശേഷം മനസ്സ് പുതിയ ലക്ഷ്യം തേടുന്നു. അതുകൊണ്ട് ഹാപ്പിനെസ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, ഇറ്റ്സ് എ ഡെയിലി ഹാബിറ്റ്. ഇന്ന് ഈ 7 ഹാബിറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹാബിറ്റ് നമ്പർ 1, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. ഓരോ ദിവസവും നിങ്ങൾക്ക് ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ഉള്ളതിനെ ആലോചിച്ച് നന്ദി പറയുക. കാരണം നമ്മുടെ ബ്രെയിൻ സ്വാഭാവികമായി നെഗറ്റീവ് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും, പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് അത് റീവയർ ചെയ്യും. ഉദാഹരണത്തിന്, 2 സുഹൃത്തുക്കൾ മഴയിൽ നനഞ്ഞു. ഒരാൾ പറഞ്ഞു, അയ്യോ എന്തൊരു മോശം ദിവസം. മറ്റേയാൾ പറഞ്ഞു, വാവ് എന്ത് സൂപ്പർ മഴ, ഇന്ന് എനിക്കിത് അനുഭവിക്കാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് നന്ദിയുള്ളവനാണ്. മഴ ഒരേത്, ജീവിതം ഒരേത്, പക്ഷേ അനുഭവം മാത്രം വ്യത്യസ്തം. ഓപ്ര വിൻഫ്രെ വർഷങ്ങളായി ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്ന ഒരാളാണ്. അവർ പല ഇൻ്റർവ്യൂകളിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ചേഞ്ച്ഡ് ഹർ എൻറ്റയർ ലൈഫ്. സോ ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് 10 കാര്യങ്ങൾ, നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആയി തോന്നുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ ഒരു ബുക്കിൽ എഴുതി കഴിഞ്ഞ് ഉറങ്ങി നോക്കും. കുറേ ദിവസം നിങ്ങൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു ഹാപ്പിനെസ് അനുഭവിക്കാൻ പറ്റും. ഹാബിറ്റ് നമ്പർ 2, സ്മൈൽ മോർ. സന്തോഷമുള്ളവർ നിർബന്ധമായും ചിരിക്കണമെന്നില്ല, പക്ഷേ ചിരിക്കുന്നവർ സന്തോഷവാന്മാരാകുന്നു. ഇത് ന്യൂറോ സയൻസ് തെളിയിച്ച ഒരു കാര്യമാണ്. നിങ്ങൾ ചിരിക്കുമ്പോൾ ബ്രെയിൻ എൻഡോർഫിൻസ്, ഡോപ്പമൈൻ എന്നിവ പുറത്തുവിടുന്നു. ഉദാഹരണത്തിന്, ഒരു ഓഫീസിൽ 2 ജീവനക്കാർ. ഒരാൾ എപ്പോഴും ഭയങ്കര സീരിയസ്, മറ്റയാൾ ഭയങ്കര ചിരിച്ചുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഗ്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്കാണ് കൂടുതൽ സുഹൃത്തുക്കൾ, ആരാണ് സ്ട്രെസ്സ് കുറച്ചനുഭവിക്കുന്നത്? ഉത്തരം നിങ്ങൾക്ക് വ്യക്തമാണല്ലോ അല്ലേ? അടുത്തൊരു സ്റ്റോറി. ഒരു ചെറിയ കുട്ടി ബസ്സിൽ നോക്കി എല്ലാവരെയും ചിരിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ആദ്യം ആരും അങ്ങനെ പ്രതികരിക്കാറില്ല. ഒരു ദിവസം ഒരാൾ ചിരിച്ചു, പിന്നെ രണ്ടാമത്, അങ്ങനെ ബസ്സിൽ മുഴുവൻ ആളുകളും ആ കുട്ടിയോട് ചിരിക്കാൻ തുടങ്ങി. ഒരു പുഞ്ചിരിക്ക് ഒരുപാട് ഹൃദയങ്ങൾ മാറ്റാൻ കഴിയും. ഇനി അടുത്ത പോയിന്റ് നമ്പർ 3, ഹെൽപ്പ് അതേഴ്സ്. റിസർച്ച് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നവർക്ക് ഡിപ്രഷൻ കുറവാണെന്നാണ്. കാരണം ഗിവിങ് റിലീസസ് ഓക്സിറ്റോസിൻ. ഒരു ചെറിയ കുട്ടി തൻ്റെ ലഞ്ച് ബോക്സ് ഒരു വിശക്കുന്ന തൻ്റെ കൂട്ടുകാരന് നൽകി. ആ ദിവസം ആ കുട്ടി വിശന്നിരുന്നു, പക്ഷെ ആ കുട്ടിയുടെ മനസ്സ് നിറഞ്ഞിരുന്നു. ഇനി ഹാബിറ്റ് നമ്പർ 4, റെഡ്യൂസ് കമ്പാരിസൺ. സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ അവൻ്റെ കാർ, അവളുടെ യൂറോപ്യൻ ട്രിപ്പ്, അവളുടെ ഗോൾഡ്, അവളുടെ ബിസിനസ്, ഇങ്ങനെ നോക്കുമ്പോൾ സ്വന്തം ജീവിതം മോശപ്പെട്ടതായി നമുക്ക് തോന്നും. ഹാപ്പിനെസ്സിൻ്റെ ഏറ്റവും വലിയ കള്ളനാണ്. വേറൊരു ഉദാഹരണം, 2 സഹോദരിമാർ. ഒരാൾ സ്വന്തം ജീവിതം ആസ്വദിച്ചു, മറ്റേയാൾ ഇൻസ്റ്റ നോക്കി കരഞ്ഞുകൊണ്ടേയിരുന്നു. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആരാണപ്പോൾ? ഇനി അടുത്തത് ഹാബിറ്റ് നമ്പർ 5, ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി. എക്സസൈസ് ചെയ്യുന്നവർക്ക് ഹാപ്പി ഹോർമോൺസ് കൂടുതലാണ്. ജസ്റ്റ് വാക്ക് ചെയ്താൽ പോലും നമ്മുടെ മൂഡ് മാറും. ഒരു ഡോക്ടർ പറഞ്ഞത്, നിങ്ങൾ ദിവസവും 30 മിനിറ്റ് നടക്കൂ, മരുന്നിനേക്കാൾ വലിയ മാറ്റം അത് കൊണ്ടുവന്നു. ഹാബിറ്റ് നമ്പർ 6, ലിവ് ഇൻ ദി പ്രസൻറ്റ്. കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള കുറ്റബോധം, ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠ, ഇവ രണ്ടും നമ്മുടെ സന്തോഷം കവർന്നെടുക്കും. സന്തോഷം ജീവിക്കുന്നത് ഈ നിമിഷത്തിലാണ്. ഒരു അച്ഛൻ മകനെ പാർക്കിലേക്ക് കൊണ്ടുപോയി, പക്ഷെ മുഴുവൻ സമയവും മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നു. മകൻ ചോദിച്ചു, അച്ഛ
നിങ്ങൾ വന്നത് എൻ്റെ ഒപ്പമാണോ അതോ ഫോണിൻ്റെ ഒപ്പമാണോ? ആ ഒരു ചോദ്യം അച്ഛൻ്റെ ജീവിതം മാറ്റി. ഹാബിറ്റ് നമ്പർ 7, ബിൽഡ് മീനിങ് റിലേഷൻഷിപ്പ്. പഠനങ്ങൾ മനസ്സിലാക്കുന്നത് ദീർഘായുസിനും സന്തോഷത്തിനും ഏറ്റവും വലിയ കാരണം പണമല്ല, പദവിയല്ല, മറിച്ച് നല്ല ബന്ധങ്ങളാണ്. സ്നേഹത്തോടെ സംസാരിക്കുന്ന കുടുംബം, കഷ്ടസമയത്ത് ഒപ്പം നിൽക്കുന്ന സുഹൃത്തുക്കൾ, ഹൃദയം നിറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ, ഇതാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇടയ്ക്കൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനെ വിളിക്കുക, മാതാപിതാക്കളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുക, കുട്ടികളോടൊപ്പം ചിരിക്കുക. കാരണം ഈ നിമിഷം ഒരിക്കലും തിരികെ വരില്ല. സന്തോഷം ഒരിക്കൽ കിട്ടുന്ന സമ്മാനമല്ല, നമ്മൾ ഓരോ ദിവസവും തിരഞ്ഞെടുക്കുന്ന ജീവിതശൈലിയാണ്. സോ ഇന്നു മുതൽ ഈ 7 ശീലങ്ങൾ നമുക്ക് തുടങ്ങിയാലോ? ഒന്നുകൂടി പറയാം. പോയിന്റ് നമ്പർ 1, നന്ദി പറയുക. രണ്ടാമത്തത്, കൂടുതൽ ചിരിക്കുക. മൂന്നാമത്തത്, മറ്റുള്ളവരെ സഹായിക്കുക. 4th വൺ, താരതമ്യം കുറയ്ക്കുക. 5ാമത്തത്, ശരീരത്തെ സ്നേഹിക്കുക. 6ാമത്തത്, ഈ നിമിഷത്തിൽ ജീവിക്കുക. 7, ബന്ധങ്ങളെ സംരക്ഷിക്കുക. ഓർക്കൂ, സന്തോഷമുള്ളത് കൊണ്ടല്ല നമ്മൾ ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കൂടുതൽ സന്തോഷവാന്മാരാകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ജീവിതം മാറ്റുന്ന ഇത്തരം വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു സൂപ്പർ വീഡിയോയിൽ കാണാം. അതുവരെ സന്തോഷത്തോടെ ജീവിക്കൂ, മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കൂ. താങ്ക് യു.